എനിക്ക് തോന്നുന്നു ഇപ്പൊ ജാതിയുടെ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. ആരും ഇപ്പൊ അങ്ങനെ കാണാറില്ല. അതെ അതെ അതെ, നമ്മുടെ നാട്ടില് ജാതിയൊന്നും ഇപ്പൊ ഇല്ല. ഇത് ഇന്ന് വന്നൊരു വാർത്തയാണ്. സെക്രട്ടേറിയറ്റിലെ ഒരു ജീവനക്കാരി അവർ ട്രാൻസ്ഫർ ആയി പോവുകയാണ്, ഒരു ദളിത് സ്ത്രീ. അവർ പോയതിനു ശേഷം അവരുടെ ഡെസ്കും കസേരയെല്ലാം മാറ്റിയിട്ട് പുതിയത് അവിടെ കൊണ്ടിട്ടു. എന്തിന്റെ പേരിലായിരിക്കും അവരിന്ന് ഡെസ്കും കസേരയെല്ലാം മാറ്റിയിട്ടത്? അതാണ് ജാതി. ഇനി ആ പെൺകുട്ടി പറഞ്ഞു കൂടുതൽ കേട്ടു നോക്കാം. ഔത്തേട്ടന്റെ ഫ്രണ്ട് സർക്കിളിൽ എത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നായന്മാര് മാത്രം അങ്ങനെ കാണാറുണ്ട്. ഇപ്പോ അദ്ദേഹം അങ്ങനെ പാടുമ്പോ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഈ പെൺകുട്ടിയാണ് ഓൺലൈനിൽ വന്നിരുന്ന് പച്ചയ്ക്ക് ജാതിയത് പറഞ്ഞ ഇവനെ ഇന്റർവ്യൂ ചെയ്യുകയും ഇവൻ പറഞ്ഞ എല്ലാ വിവരക്കേടും തലയാട്ടി സമ്മതിക്കുകയും അവനൊന്ന് കൗണ്ടർ പോലും ചെയ്യാതിരിക്കുകയും ചെയ്തു. ഇപ്പോ ജാതിക്കെതിരെ ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ കൗണ്ടർ ചെയ്യാണ്. ചോദിക്കുന്നത് കേട്ടില്ലേ, അയാളുടെ കൂട്ടത്തിൽ നായന്മാര് മാത്രമേ ഉള്ളൂ, അങ്ങനെ നോക്കിയാണോ സൗഹൃദം കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ. മാത്രമല്ല വേടൻ ജാതിക്കെതിരെ പാടുന്നത് കൊണ്ടാണ് ഇവിടെ ജാതി നിലനിൽക്കുന്നതും പലരുടെ മനസ്സിലും ജാതി ചിന്ത കയറി വരുന്നതും എന്നൊക്കെ. ഞാൻ കരുതി മറ്റേ വിവരദോഷിക്കൊപ്പം ഇരുന്ന് ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അങ്ങനെയല്ല. സ്വന്തം സൗഹൃദ കൂട്ടത്തിൽ ആരും ജാതി പറയുന്നില്ല എന്നതുകൊണ്ട് ജാതി ഇല്ലാതാകുന്നില്ല. ഞാൻ ജാതി പറയാറില്ല, ഞാൻ ആർക്കെതിരെയും ജാതി ഡിസ്ക്രിമിനേഷൻ കാണിക്കാറില്ല, അതുകൊണ്ട് ജാതി ഇല്ല എന്ന് വിചാരിക്കുന്ന വിഡ്ഢികളിൽ ഒരാൾ. അതിനെതിരെ സംസാരിക്കുന്നവർക്ക് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ജാതി വർക്ക് ചെയ്യുന്നത് കേട്ടോ. ജാതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ജാതി ഇല്ല എന്നൊക്കെ വേഗം പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല.